തൃശൂരിൽ ദിവാഞ്ചി മൂലയിൽ വീടുകൾക്ക് തീപിടിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 3 വീടുകൾക്കാണ് തീപിടിച്ചത്. ഇവരുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം ഊർജിതമായി തുടരുകയാണ്? ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തമുണ്ടായിരുന്നാണ് പ്രാഥമിക നിഗമനവും? KP അല്പസമയം മുൻപാണ് തൃശ്ശൂർ ദിവാഞ്ചി മൂലയിൽ, അതായത് ഏറ്റവും വലിയ തിരക്കുള്ള ഗതാഗത തിരക്കുള്ള പ്രദേശമാണ്. വീടുകൾ ഏറ്റവും ഇടകലർന്നിരിക്കുന്ന പ്രദേശം, വീടുകൾ മുട്ടിമുട്ടിയിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഇതുപോലെ പൊടുന്നനെ ഒരു അഗ്നിബാധ ഉണ്ടാവുന്നത്. തൃശ്ശൂർ ദിവാഞ്ചി മൂലയിലെ 3 വീടുകൾക്കാണ് അല്പസമയം മുമ്പ് തീ പിടിച്ചത്. ആളപായമില്ല. എങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. 2 ഫയർഫോഴ്സ് യൂണിറ്റ്, തൃശ്ശൂരിലെ 2 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വീടിൻ്റെ മേൽക്കൂരയടക്കം പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ്. പഴയ താരതമ്യേന ഓടിട്ട വീടുകളാണ്. അതിൻ്റെ കഴുക്കോലുകളടക്കം തീയിൽ അമർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീടുകളിൽ, അതായത് ഒരു വീട്ടിലാണ് തീപിടുത്തമുണ്ട്. ഇതിനെ നടുക്ക്, ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നടുഭാഗത്തിരിക്കുന്ന വീട്ടിലാണ് ആദ്യം അഗ്നിബാധ ഉണ്ടായത്. പൊടുന്നനെ മറ്റു പ്രദേശങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഈ വീടുകളിൽ ആളില്ലായിരുന്നതിനാൽ ആളപായം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഒപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനായിട്ടുള്ള ശ്രമവും സ്വാഭാവികമായും ഇത്തരം ഇടകലർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അടുത്തടുത്ത് വീടുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ മറ്റ് ആൾക്കാരെയൊക്കെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പം തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാണ്. ആദ്യം എത്തിയതിന് ശേഷം ഇവർ വീടിന് സമീപത്തുണ്ടായിരുന്ന മറ്റ് വീടുകളിലെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും ഇവിടെ നിന്ന് മാറ്റുകയും, ഒപ്പം തന്നെ ഈ തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം, അല്ലെ അതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഉണ്ടായത്. അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഓടിട്ട വീടുകളാണ്, കഴുക്കോലുകളൊക്കെയാണ്, അവയൊക്കെയാണ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുള്ളത്. എന്താണ് തീപിടുത്തത്തിനുണ്ടായ, പൊടുന്നനെ ഒരു അഗ്നിബാധയ്ക്കുണ്ടായ കാരണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിന് പ്രധാന കാരണം, ഇതിന് തൊട്ട് സമീപത്താണ് KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതിന് നടുവിൽ വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തീ വളരെ വലിയ രീതിയിൽ കത്തി പടർന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കാഷ്വാലിറ്റി ഉണ്ടാക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ തീ വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഗതാഗത തിരക്കുള്ള പ്രദേശമാണ്. ഈ അഗ്നിബാധ ഉണ്ടായതിനു ശേഷം ഈ KSRTC പരിസരത്ത് വലിയ ഗതാഗതക്കുരുക്കാണ് നിലവിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങളടക്കം റോഡിൽ കിടക്കുന്നതിനാൽ കൃത്യമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. KP തീ നിയന്ത്രണ വിധേയമാണ്. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.